ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനകത്ത് എന്ത് വരുമെന്ന് വെച്ചാൽ ചെക്ക് വരും, പ്രോമിസറി നോട്ട് വരും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയതൊക്കെ വരും. എന്തിനാ പ്രോമിസറി നോട്ടും ഇതൊക്കെ ഉപയോഗിക്കുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ക്യാഷ് ഇടപാട് നടത്താനോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നടത്തുക. ഈ സെക്ഷൻ 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പ്രകാരം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് മീൻസ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ എ ചെക്ക് പേയബിൾ എയ്തർ ടു ഓർഡർ ഓർ ടു ദ ബെയറർ. അതാണ് സെക്ഷൻ 13 നമുക്ക് പഠിക്കേണ്ടത്. ആ സെക്ഷൻ ഓർത്ത് വയ്ക്കുക. NI ആക്ട് 1881 ഓർത്തിരിക്കുക. അതിൽ നമുക്ക് പ്രോമിസറി നോട്ട് എന്തെന്ന് പഠിക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ സെക്ഷൻ 4 പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ promissory note is an instrument in writing containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. അതായത് പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്ന ആൾ എന്ത് ചെയ്യും? ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എങ്ങനെയാണ് എഴുതിയാണ് കൊടുക്കുക. ആ എഴുതി കൊടുക്കും, ഇത്ര രൂപ ഇത്രാം തീയതിക്കകത്ത് ഇത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ അത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് കൊടുക്കാം എന്ന് പറയുന്നൊരു എഗ്രിമെൻറ്റ്. അതാണ് പ്രോമിസറി നോട്ടും ഉദ്ദേശിക്കുക. ഇപ്പം നമ്മൾ ബാങ്കിലാണെങ്കിലും പ്രോമിസറി നോട്ട് ഉപയോഗിക്കാറുണ്ട്. അയാൾ സൈൻ ചെയ്യും, അയാളുടെ പേര് കാര്യങ്ങളൊക്കെ കാണും, ഡീറ്റെയിൽ അഡ്രസ്സ് ഇതൊക്കെ കാണും. ഇതിനകത്ത് എന്ത് ചെയ്യും? ഇത്ര രൂപ ബാങ്കിൽ അല്ലെങ്കിൽ എന്താണോ അതിൽ പറയുന്ന റേറ്റ് അതിൽ കൊടുത്തുള്ളതെന്ന് സമ്മതിച്ചുകൊണ്ടുള്ളൊരു നോട്ടായിരിക്കും. പിന്നെ അടുത്ത സെക്ഷൻ നമുക്ക് പഠിക്കേണ്ടത്, സെക്ഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കുക. നമുക്ക് വൺ വേർഡിന് അതായിരിക്കും വരിക, OMRൽ. സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെക്ഷൻ 5 എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് പറയുക. അതായത് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് എൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്റ്റിംഗ് എ സെർട്ടൈൻ പേഴ്സൺ ടു പേ എ സെർട്ടൈൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സെർട്ടൈൻ പേഴ്സൺ ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. കുറച്ച് മനസ്സിലാവും നിങ്ങൾക്ക്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് റൈറ്റിംഗ് ആയിരിക്കും. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ അത് ചെയ്യുന്നത് ആ ബിൽ എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന അവർ ഒപ്പിടും. ഡയറക്റ്റിംഗ് എ സെർട്ടൈൻ പേഴ്സൺ ടു പേ എ സെർട്ടൈൻ സം ഓഫ് മണി ഓൺലി ടു ദ ഓർഡർ ഓഫ് സെർട്ടൈൻ പേഴ്സൺ ഓർ ടു ദ ബെയർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഈ പലതരം ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളുണ്ട്. സൈറ്റ് ബില്ല്, ഡോക്യുമെൻ്ററി ബില്ല്, ക്ലീൻ ബില്ല്, ട്രേഡ് ബില്ല്, അക്കോമഡേഷൻ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ബില്ല്, പിന്നെ ഫോറിൻ ബില്ല്, എസ്ക്രോ, ഹുണ്ടീസ്. ഇതൊക്കെയാണ്. ഹുണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ബില്ലാണ്. അത് അവിടുത്തെ നേറ്റീവ് കസ്റ്റംസിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വർക്കാവുന്നത്. അതായത് ഇപ്പം നമ്മൾ സാധനങ്ങൾക്ക് ഈ പലരും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ബില്ലായിരിക്കും ഒപ്പിട്ട് കൊടുക്കുക. ഇത്ര ദിവസത്തിനകത്ത് ഒരു പൈസ കൊടുക്കാം എന്നുള്ള കണ്ടീഷനിലായിരിക്കും അങ്ങനെ ചെയ്യുക. ഇനി വേറൊന്ന് പഠിക്കേണ്ടത് ചെക്കാണ്. ചെക്കിൻ്റെ സെക്ഷൻ 6 ആണ്. ചെക്ക് എന്താണ്? ചെക്ക്
നമ്മുടെ ബാങ്കിലാണെങ്കിലും ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ചെക്ക്. അത് ഒരു ബാങ്ക് ആയിരിക്കും അത് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് സെക്ഷൻ 6 പറയുന്നത് എ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫിക് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ് ടു ബി പേയബിൾ എയ്തർ വൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ആരാണോ ചെക്ക്, അതായത് ഒരു വ്യക്തിക്കായിരിക്കും പാർട്ടിക്കായിരിക്കും ചെക്ക് ഇഷ്യൂ ചെയ്യുക, ബാങ്ക് ചെക്ക് പ്രിൻ്റ് ചെയ്ത് ബാങ്ക് ഇഷ്യൂ ചെയ്യും. അവർക്ക് അക്കൗണ്ട് ഉണ്ടാവും, ആ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽ, IFSC കോഡ്, MICR കോഡ് ഇതെല്ലാം ഉണ്ടാവും അതിനകത്ത്. അതൊക്കെ ആയിരിക്കും ഒരു ചെക്ക്. ആ ചെക്ക് കൊടുത്ത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് പൈസ കൊടുക്കണമെങ്കിലോ അയാൾക്ക് സ്വന്തമായിട്ട് ക്യാഷ് എടുക്കണമെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം, ചെക്ക് ഉപയോഗിക്കും. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 6 ആണ്. നോർമലി നമ്മളെല്ലാവരും ചെക്ക് കണ്ടിട്ടുണ്ടാവും, കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഡ്രോയർ എന്ന് പറയുന്നത് ആരാണോ ആ ചെക്ക് എഴുതുന്നത്, ഡ്രോ ചെയ്യുന്നത്, ആർക്കാണോ ഈ ചെക്ക് കൊടുക്കുന്നത്. ചെക്ക് കൊടുക്കുന്ന എപ്പോഴും ബാങ്കിലോട്ടായിരിക്കും കൊടുക്കുക. ബാങ്കിനകത്തായിരിക്കും പറയുക ഈ പൈസ ഇന്നാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് വേണമെന്നൊക്കെ ബാങ്കിനോടായിരിക്കും പറയുക. അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ചെക്കിൽ ഡേറ്റ് 3 മാസമായിരിക്കും ചെക്കിൻ്റെ ഡേറ്റിൻ്റെ കാലാവധി. വാലിഡിറ്റി പീരീഡ് കഴിയുമ്പോൾ ചെക്ക് എന്താവും, സ്റ്റേൽ ചെക്കാവും. ഫണ്ട് ഇല്ലാതെ റിജക്റ്റ് ആവുന്ന ചെക്കുകൾ ഡിസോർഡർ ആവുമെന്ന് പറയും, ചെക്കിന് ഡിസോർഡർ ആവുമെന്ന് പറയും. പിന്നെ അതിലൊരു സൈഡിൽ ക്രോസ് ചെയ്യും ആൾക്കാർ, ആ ക്രോസ് ചെയ്യുന്നത് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയും. അത് ക്രോസ്ഡ് ചെക്ക് എന്ത് ചെയ്യും, അക്കൗണ്ട് വഴിയേ മാറാൻ പറ്റുള്ളൂ. പിന്നെ CTS എന്ന് പറയും, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. അതായത് ഇലക്ട്രോണിക് ഇമേജ് വഴിയായിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യുക, ചെക്ക് മാറ്റുക. അതായത് ഒരു ബാങ്കിൽ നമ്മൾ ചെക്ക് കൊടുക്കണം, നമുക്ക് വേറൊരു ബാങ്കിൽ പൈസയുണ്ട്, അപ്പോൾ അതിൻ്റെ ചെക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാങ്കിൽ കൊടുത്തു. അപ്പോൾ ആ ബാങ്കിൽ നിന്ന് അവരെന്ത് ചെയ്യും, കളക്ഷൻ അയക്കും ചെക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ CTS ചെക്കായിട്ട് ഇമേജ് ആയിരിക്കും അയക്കും. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം എന്ന് പറയും CTS.